കുഞ്ഞുങ്ങളെ വളരെ ഹാപ്പി ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും വളർത്തിക്കൊണ്ട് വരണമെന്നായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ കളിയുണ്ട്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്. നമ്മുടെ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാം. ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ കണ്ണാടി കാണിക്കാനായിട്ട് പാടില്ല എന്ന്. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ടമ്മി ടൈം ഒക്കെ എപ്പോൾ വേണമെങ്കിലും തുടങ്ങാമെന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. ടമ്മി ടൈമിനോടൊപ്പം തന്നെ നമുക്ക് ഈ കണ്ണാടിയും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കണ്ണാടി കാണുമ്പോൾ ഇത് വേറൊരു കുട്ടിയാണെന്ന് വിചാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് അവരിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നതായിട്ടും ചിലപ്പോൾ പേടിക്കുന്നതായിട്ടും ഒക്കെ കാണാറുണ്ടല്ലേ. ഈ ഒരു സമയത്ത് ശരിക്കും അവർക്ക് അവരെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. എന്നാണോ അവരെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്, അതായത് സെൽഫ് അവയർനെസ് അവർക്ക് വരുന്നത്, ആ ഒരു സമയത്ത് അവരുടെ ഇമേജ് ആണ് അതെന്ന് അവർ തിരിച്ചറിയാനായിട്ട് തുടങ്ങും. ഇത് എന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മുതലേ തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു അവയർനെസ് അവർക്ക് വേഗം തന്നെ വരുത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു സമയം കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ കണ്ണാടിയിൽ നോക്കി കളിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് അവരുടെ ബോഡി പാർട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അവരുടെ മൂക്കിതാണ്, കണ്ണിതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് മെച്ചപ്പെട്ട് വരികയും ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് അവരുടെ കൂടെ കളിക്കാം. അപ്പോൾ അവർക്ക് ഇമോഷൻസിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവർ വളരെ ഹാപ്പി ആയിട്ട് വളർന്നു വരാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒപ്പം അവർ വളരെ പെട്ടെന്ന് സോഷ്യലൈസ്ഡ് ആവാനും അവരുടെ കോൺഫിഡൻസ് കൂട്ടാനും പിന്നെ നമ്മളുമായിട്ടുള്ളൊരു ബോണ്ടിങ് വളരെ ഡീപ്പാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമ്മൾ കണ്ണാടി യൂസ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുമ്പോൾ അത് കാരണം ഒരു അപകടം ഉണ്ടാവാനായിട്ട് പാടില്ല. അത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് മാത്രം.